സന്യാസ ജീവിതത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി. ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുക, നേരിന്റെ ബാല്യം തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറിയാണ്. സ്നേഹത്തെ ജീവിതമൂല്യമായി ഉയർത്തിപ്പിടിച്ച ആത്മസമർപ്പിത ജീവിതത്തിന്റെ ദിവ്യസാക്ഷ്യമായാണ് അദ്ദേഹത്തിന്റെ ഈ യാത്ര വിലയിരുത്തപ്പെടുന്നത്. 1974 മെയ് 30 ചേർത്തല കടകരപ്പള്ളിയിൽ MK മണിയൻ നായരുടെയും J ശാന്തമ്മയുടെയും മകനായി ജനിച്ച ഹരികുമാർ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ആശയങ്ങളിൽ ആകർഷിതനായി. 1989 ഫെബ്രുവരി 10 ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രാർത്ഥനാലയ സമർപ്പണ വേളയിലാണ് പോത്തൻകോട് എത്തുന്നത്. പിന്നീട് നവജ്യോതി ശ്രീ കരുണാകര ഗുരു തീർത്ഥയാത്ര വേളയിൽ കടകരപ്പള്ളിയിലെ വീട്ടിലെ സന്ദർശനത്തോടെ ആത്മീയ ജീവിതത്തിലേക്ക് വഴിമാറി. 1997 മുതൽ ആശ്രമത്തിൽ അന്തേവാസിയായി. 2001 ഫെബ്രുവരി 24 ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത അമൃതജ്ഞാന തപസ്വിനിയിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചു. സന്യാസ ജീവിതത്തിൻ്റെ 25 വർഷം പിന്നിടുന്ന ഈ അവസരം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ആത്മീയ രംഗത്ത് അതിൻ്റെ ഒരു വക്താവായി പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മീയ പാരമ്പര്യം സന്യാസത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ഈ കേരളത്തെ രൂപപ്പെടുത്തുവാൻ നവോത്ഥാന നായകന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ അയ്യ വൈകുണ്ഠസ്വാമികൾ, നവജ്യോതി ശ്രീ കരുണാകര ഗുരു, മാതാ അമൃതാനന്ദമയി ദേവി, അങ്ങനെ എത്രയോ ആളുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ആത്മീയതയെ രൂപപ്പെടുത്തുവാൻ ഏറ്റവും സ്വച്ഛന്തമായി പ്രവർത്തിച്ചത്. അവരെയൊക്കെ ഒരിക്കലും ഞാനുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അതൊരു സമുദ്രത്തെയും ഒരു തുള്ളി വെള്ളത്തെയും താരതമ്യം ചെയ്യുന്നത് പോലെ ഇരിക്കും. ആ വഴികളിലൂടെ കടന്നു വരുവാനായിട്ട് സാധിച്ചു. 2003 ശാന്തിഗിരി ആശ്രമം ഡയറക്ടറായി നിയമിതനായ അദ്ദേഹം 2009 മെയ് 20 ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ചുമതലയേറ്റതോടെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ആശ്രമ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ജന്മഗൃഹം ഗവേഷണ കേന്ദ്രമായി രൂപപ്പെടുത്തുന്നതുൾപ്പെടെ നിരവധി ചരിത്രപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. 2009 സെപ്റ്റംബർ 9 മുതൽ ആശ്രമം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. ആനന്ദത്തിന്റെ ഇതളുകൾ, പുതിയ മനുഷ്യനാകാൻ, മാറുന്ന കാലം, മാറുന്ന കാഴ്ചകൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഫോഗാന അവാർഡ്, ഫോമ അവാർഡ്സ്, ഗാന്ധിഭവൻ പുരസ്കാരം, ചട്ടമ്പി സ്വാമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ സ്വാമിയെ തേടിയെത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.